ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. പൊതുവേ നമുക്കിപ്പോൾ ഇന്ത്യയിൽ ഓർ ഗ്ലോബലി ആണെങ്കിൽ പോലും ഹാച്ച് ബാഗ്സ് അങ്ങനെ വലിയൊരു ഡിമാൻഡിൽ ഇല്ലാത്ത കാലമാണ്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ. കാരണം സപ്പോമീറ്റർ സീരീസ് ആണ് ആ ഒരു പ്രൈസിന് പകരം ഡോമിനേറ്റ് ചെയ്യുന്നത്. ഹാച്ച് ബാഗ്സ് എടുക്കുന്ന ആൾക്കാർ പതുക്കെ നിർത്തി വരുന്നുണ്ട്. ആകപ്പാടെ മാരുതി സുസുക്കിയുടെ ബലേനോ, സ്വിഫ്റ്റ് അങ്ങനത്തെ കുറച്ച് വണ്ടികളാണ് ഇപ്പോൾ അത്യാവശ്യമെങ്കിലും വിൽക്കുന്നത്, പിന്നെ വാഗണാറും. പക്ഷേ എന്തായാലും ഇതൊരു പ്രീമിയം ഹാച്ച് ബാക്ക് എന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന വണ്ടിയാണ് ഹ്യുണ്ടായുടെ i20. നമുക്കിപ്പോൾ ഈ ഒരു പ്രൈസ് പോയിന്റിൽ കിട്ടുന്നത് ബലേനോ, ഗ്ലാൻസ, i20 അതുപോലെ അൾട്രോസ് ആണ്. അൾട്രോസ് ഒരു പുതിയ മേജർ ഫേസ് ലിഫ്റ്റ് ഒക്കെ ആയിട്ട് ടാറ്റ ഇറക്കി, പ്രത്യേകിച്ച് വലിയ കാര്യമൊന്നുമില്ല, അധികം സെയിൽ കൂട്ടാൻ പറ്റിയില്ല. അതുപോലെ തന്നെ i20 ആണെങ്കിലും ഇപ്പോൾ ഒരു ഇത്തിരി ഡൗൺഫോളിലാണ്, 4000 വെച്ചൊക്കെയാണ് ഒരു മാസം വിൽക്കുന്നത്. പക്ഷേ അതേസമയം ബലേനോ ഏകദേശം ഒരു 15,000 വെച്ചൊക്കെ ഒരു മാസം സുഖമായിട്ട് വിൽക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗ്ലാൻസ അത് പിന്നെ 3000, 2000, 4000. സുസുക്കി എത്രയാണോ പ്രൊഡ്യൂസ് ചെയ്ത് ടൊയോട്ടയ്ക്ക് കൊടുക്കുന്നത് അത്ര അവർ വിൽക്കും. അതിനിങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. ഏതായാലും 2020 നമ്മുടെ തേർഡ് ജനറേഷൻ i20 വന്ന് അതിനൊക്കെ ഒരു ഡിപ്പാർച്ചറായിട്ടാണ് ഇനിയിപ്പോൾ ഫോർത്ത് ജനറേഷൻ i20 2027-8 എൻ്റെ ആ ഒരു സമയത്തിനുള്ളിൽ ഇറങ്ങാൻ പോകുന്നത്. ഇതിപ്പോൾ യൂറോപ്പിലാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽസിൻ്റെ ടെസ്റ്റിംഗ് അല്ലെങ്കിൽ സ്പൈ ഷോട്ട്സ് കണ്ടിരിക്കുന്നത്. ഫ്രണ്ട് ഡിസൈനൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഡിഫറൻസ് ഇവിടെ കാണാൻ പറ്റും. മൊത്തം ക്യാമോഫ്ലാഷ്ഡ് ആണ്. വണ്ടിയുടെ ഡിസൈനോ ലുക്കോ എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്നും ഇത് പറയാൻ പറ്റില്ല. പക്ഷേ എന്നാലും ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ്സിൻ്റെ ആ ഒരു ഡിസൈനിലുള്ള വ്യത്യാസം നമുക്ക് കാണാം. ഒരു ഇത്തിരിയും കൂടെ സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്, പക്ഷേ ഇത്തിരിയും കൂടെ സ്ലിമ്മും കൂടെയാണ് ഹെഡ്ലൈറ്റ്സ്. DRLസിൻ്റെ ഒരു പൊസിഷൻ ടോപ്പിലായിട്ട് വരുന്നുണ്ട്. അതുപോലെ ചെറിയൊരു കട്ടൗട്ടൊക്കെ കാണാൻ പറ്റും. ഫോഗ് ലൈറ്റ്സ് മിക്കവാറും ഉണ്ടാവുമായിരിക്കും, ഓർ താഴത്ത് വേറെ എന്തെങ്കിലും ലൈറ്റ് ആയിരിക്കും. ഹ്യുണ്ടായി ഇപ്പോൾ പൊതുവെ ഫോഗ് ലൈറ്റ് കൊടുക്കാറില്ലല്ലോ. ഏതായാലും ഫ്രണ്ട് കാണാൻ നല്ല സ്പോർട്ടിയാണ്. അതിലും സ്പോർട്ടിയാണ് നമ്മുടെ സൈഡിൽ നോക്കുമ്പം. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ അകത്ത് ഡിസൈൻ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്ന അലോയ് വീൽസിൻ്റെ കാര്യത്തിലാണ്. യൂറോപ്പ് സ്പെക്ക് ആയതുകൊണ്ട് ചിലപ്പോൾ 17 ഇഞ്ചൊക്കെ അവർ കൊടുക്കുമായിരിക്കും. ഇന്ത്യയിൽ 16 ഇഞ്ച് തന്നെ കണ്ടിന്യൂ ചെയ്യാനാണ് സാധ്യത. പിന്നെ ORVMസിൻ്റെ ഡിസൈനിൽ വ്യത്യാസം കാണാം. ഒരു ഇത്തിരിയും കൂടെ സ്പോർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ എയറോ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പോലത്തെ ഒരു ORVMസിൻ്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഡോർ ഹാൻഡിൽസ് അവർ കവർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിൽസ് ആണോ എന്ന് അറിയില്ല. പക്ഷേ എനിക്കെന്തോ വണ്ടി ബാക്കിലേക്ക് വരുമ്പോഴേക്കും ഒരു ഇത്തിരി കൂപ്പയിലേക്ക്, അതായത് ഇത്തിരി സ്ലോപ്പിംഗ് റൂഫ് ലൈൻ പോലെ വരുന്ന പോലെ തോന്നുന്നുണ്ട്. വണ്ടി ഒരു ഇത്തിരി കൂടെ ലോ ആയതുപോലെയും തോന്നുന്നുണ്ട്. എഗെയിൻ യൂറോപ്യൻ വണ്ടി ആയതുകൊണ്ടായിരിക്കും, ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണല്ലോ ഇന്ത്യൻ സ്പെക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ ഇതിൻ്റെ ലെങ്ത്തും കുറച്ചുകൂടെ കൂടുതലാണ്. നമുക്ക് ഇന്ത്യയിൽ സബ് 4 മീറ്റർ കാറ്റഗറിയിലാണ് ഈ വണ്ടി വരുന്നത്. പക്ഷേ പുറത്ത് 4.1 അല്ലെങ്കിൽ 4 മീറ്റേഴ്സിന് കുറച്ച് മുകളിലായിട്ടാണ് ഇതിൻ്റെ ലെങ്ത്ത് നിൽക്കുന്നത്. അവരെങ്ങനെ കറക്റ്റ് 4 മീറ്ററിന് താഴ്ത്ത് നിർത്തണമെന്ന് അവിടെ റൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് മാറ്റാനൊന്നും പോയിട്ടില്ല. പിന്നെ എന്തായാലും മൊത്തത്തിലുള്ള ഒരു സൈഡിലത്തെ ഡിസൈൻ നമ്മൾ എടുക്കുമ്പം ഇപ്പോൾ ഉള്ള മോഡലുമായിട്ട് ചെറിയൊരു സിമിലാരിറ്റി നമുക്ക് തോന്നും. പക്ഷേ ബാക്കിലേക്ക് വരുമ്പോൾ പിന്നെയും അത് മാറും. ഇതിനകത്ത് മൊത്തത്തിലുള്ള ഫ്രണ്ടും അതുപോലെ ബാക്കിലത്തെ ഡിസൈനിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. സൈഡിൽ കുറേയൊക്കെ ആ ഒരു സിലുവേറ്റ് ഏകദേശം സെയിം ആണ്. പക്ഷേ ബാക്കി കാര്യങ്ങൾ ഇപ്പോൾ ബാക്കിലേക്ക് വരുമ്പോൾ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈനിൽ വ്യത്യാസമുണ്ട്. വിൻഷീൽഡിൻ്റെ അവിടെ അവർ അഡീഷണൽ സാധനം കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, ഡിസൈൻ മനസ്സിലാവാതിരിക്കാൻ. ബട്ട് സ്റ്റിൽ നമുക്ക് ഡിസൈനിൽ അത്യാവശ്യം ചേഞ്ച് ഉണ്ട് എന്നുള്ള കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ടെയിൽ ലൈറ്റ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്ലിം ആൻഡ് സ്ലീക്ക് ആയിട്ടുള്ള ടെയിൽ ലൈറ്റ്സ് ആയിരിക്കും. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഫ്രണ്ടിലും ബാക്കിലും ബമ്പറിൻ്റെ ഡിസൈനിൽ നമുക്ക് വ്യത്യാസം വരും. കുറച്ചും കൂടി ഒരു സ്പോർട്ടി ആയിട്ടാണ് എനിക്ക് വണ്ടിയുടെ ഡിസൈൻ പെട്ടെന്ന് കാണുമ്പോൾ തോന്നിയത്. ഇനി ഇതിൻ്റെ തന്നെ ഒരു ബയോൺ വേർഷൻ നമുക്ക് ഇൻ്റർനാഷണലി വരുന്നുണ്ട്. അതിപ്പോൾ എല്ലാ എക്സിസ്റ്റിംഗ് i20 തന്നെയാണ്. പക്ഷേ നമുക്ക് ഹ്യുണ്ടായുടെ ഒരു പുതിയ SUV ഇന്ത്യയിൽ ഇനി വരുന്നുണ്ട്. സബ് 4 മീറ്റർ തന്നെയാണെന്ന് പറയുന്നു. ഏകദേശം നമ്മുടെ സെറോസ് പോലെയൊക്കെ ഇരിക്കുമായിരിക്കും. ബയോണിൻ്റെ വേർഷൻ ആണെന്നാണ് പറയുന്നത്. എന്തായാലും അത് ബേസ്ഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിലും കൂടി ആയിരിക്കും ഈ വണ്ടി വരുന്നതെന്നാണ് പറയുന്നത്. അതൊക്കെ റൂമറാണ് കേട്ടോ. അത് സത്യത്തിൽ ആ വണ്ടി വന്നതിന് ശേഷം ഈ വണ്ടി വന്നത് ഇൻ്റർനാഷണലി അതിന് മുന്നേ വരേണ്ടതാണ്. കാരണം i20 എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ കാറാണ്. ഹ്യുണ്ടായി ഇന്ത്യയിൽ മാത്രം വെക്കുന്ന വണ്ടിയല്ല. അതുകൊണ്ട് തന്നെ പുറത്ത് നമുക്ക് i20N ഒക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് N ലൈൻ മാത്രമേ ഉള്ളൂ, നോർമൽ ടെർബോ പെട്രോൾ എഞ്ചിൻ വെച്ച്. പക്ഷേ പുറത്ത് 1.6 ലിറ്റർ ടെർബോ എഞ്ചിനൊക്കെ വെച്ചിരുന്ന ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള ഭയങ്കര ടൈറ്റ് ഹാൻഡ്ലിംഗ് ഒക്കെ ഉള്ളൊരു വണ്ടിയുണ്ട്. അതാണ് i20N. ഏതായാലും നമുക്കിനി ഇന്ത്യൻ മോഡൽ പുതിയ അപ്ഡേറ്റ് വന്നാലും, അതായത് ഈ ജനറേഷൻ അപ്ഡേറ്റ് വന്നാലും ഇതിൻ്റെ എഞ്ചിൻ ഓപ്ഷൻസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം പറയുന്നില്ല. 1.2 ലിറ്റർ എണ്ണ പെട്രോൾ ഒരു മിക്കവാറും സെയിം യൂണിറ്റ് തന്നെ റീറ്റെയിൻ ചെയ്യും. പക്ഷേ അതിന് പുറമെ ഒരു 1.2 ലിറ്റർ ടെർബോ പെട്രോൾ ഇപ്പോൾ ഡെവലപ്മെൻറ്റിലാണ്. നമുക്കിപ്പോൾ നിലവിൽ 1 ലിറ്റർ ടെർബോ പെട്രോളാണ് ഇതിനകത്ത് കിട്ടുന്നത്. അതിന് പകരമായിട്ട് ചിലപ്പോൾ ഹ്യുണ്ടായുടെ 1.2 ലിറ്റർ ടെർബോ പെട്രോൾ ആയിരിക്കും ഇനി കിട്ടാൻ പോകുന്നത്. മിക്കവാറും നമ്മുടെ എക്സിസ്റ്റിംഗ് 1.2 എണ്ണയുടെ തന്നെ ഒരു ടെർബോ ഗേറ്റ് വേർഷൻ ആയിരിക്കും. അതാണിപ്പോൾ 1.5 TGD ആയിട്ട് അവർ കൊടുക്കുന്നത്. 1.5 എണ്ണ ഇവിടെ ഉണ്ടായിരുന്നു, അത് തന്നെ ടെർബോ ആക്കിയപ്പോഴേക്കും 1.5 ടെർബോ ആയി. ആൻഡ് അത് നല്ല പവറുണ്ട്, 160 bhp ആണ് അത് വരുന്നത്. ഇതിൻ്റെയും 1 ലിറ്റർ ടെർബോ 120 bhp ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇനിയിപ്പോൾ 1.2 ടെർബോയിലേക്ക് വരുമ്പോഴേക്കും നമുക്കൊരു ഇത്തിരി കൂടെ പവർ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കാം. 1.2 ടെർബോ 3 സിലിണ്ടർ ആയിരിക്കും എന്നും പറയുന്നുണ്ട്. 3 സിലിണ്ടർ ആണെങ്കിൽ എക്സിസ്റ്റിംഗ് 1.2 മോഡൽ
മോഡലിൻ്റെ ഒരു ടെർബോ GT മോഡലായിരിക്കില്ല. കാരണം ഇപ്പോൾ ഉള്ള 1.2 NA എന്ന് പറയുന്ന ഹ്യുണ്ടായി 4 സിലിണ്ടർ യൂണിറ്റ് ആണ് കൊടുക്കുന്നത്. എന്തായാലും അത് നമുക്ക് വരുമ്പോൾ കാണാം. അങ്ങനെ ഒരു എഞ്ചിൻ്റെ ചേഞ്ച് ഇവിടെ എന്തായാലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ വാഹനത്തിൻ്റെ മൈൽഡ് ഹൈബ്രിഡ് പവർ ട്രെയിൻ ഓപ്ഷൻസും എക്സ്പെക്ടേഷൻസിലുണ്ട്. ഫീച്ചേഴ്സിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇൻറ്റീരിയറിൽ എന്തായാലും ഡിസൈൻ വൈസ് മൊത്തത്തിൽ വലിയൊരു ഓവർഹോൾ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. നമുക്കറിയാം ഏതൊരു ഹ്യുണ്ടായി വണ്ടി എടുക്കുകയാണെങ്കിലും ജനറേഷൻ മാറുമ്പോൾ കംപ്ലീറ്റ് ഇൻറ്റീരിയർ അവരങ്ങ് മാറ്റും. ഫീച്ചേഴ്സിലും നല്ല രീതിയിൽ ചേഞ്ച് വരും. 12.3 ഇഞ്ച് വരുന്ന 2 ഡിസ്പ്ലേ കിട്ടുമായിരിക്കും. അതുപോലെ ഡ്യുവൽ സോൺ AC, വെന്റിലേറ്റഡ് സീറ്റ് ആയിക്കോട്ടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ വരാൻ പോകുന്ന സേഫ്റ്റിയുടെ കാര്യത്തിലുള്ളൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ് അഡ്വാൻസ്ഡ് എയർ റെസിസ്റ്റൻസ് സിസ്റ്റം. അതിനിപ്പം ഏകദേശം ഈ ഒരു പ്രൈസ് പോയിന്റിലുള്ള വണ്ടികൾ തൊട്ട് തന്നെ മിക്കവാറും ഹ്യുണ്ടായൊക്കെ കൊടുത്തു തുടങ്ങും. ഹ്യുണ്ടായി മാത്രമല്ല 2027-28 ആകുമ്പോഴേക്കും ബാക്കി കമ്പനികളും എഡാസ് ഒക്കെ കുറച്ചും കൂടെ കോമൺ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ആയിട്ട് കൊടുക്കേണ്ട ഒരു സംവിധാനമാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്കിപ്പോൾ ഈ വണ്ടിയെ പറ്റി നിലവിൽ പറയാൻ പറ്റുന്നത്. നിങ്ങളിപ്പോൾ ഒരു ഹാച്ച് ബാക്കിന് വേണ്ടി എന്തുമാത്രം ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം പൊതുവേ സെഗ്മെൻറ്റിൽ ബലേനോ ആണല്ലോ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങുന്നത്. എൽട്രോസ് അവർ ഇത്രയും ഫീച്ചേഴ്സ് കൊണ്ട് ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഇറക്കിയിട്ട് പോലും ഇപ്പോഴും അധികം സെയിൽ കയറാൻ പറ്റിയില്ല, i20 പിടിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ് നമ്മൾ ആ രീതിയിൽ ആലോചിക്കുമ്പോൾ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എന്താവുമെന്ന് അറിയില്ല. എനിവേ N-Line നമുക്ക് ഇന്ത്യയിൽ അത്യാവശ്യം നല്ലൊരു കൾട്ട് ഫോളോയിങ് ഹ്യുണ്ടായിക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനി വരുന്ന മോഡലിന് അത് കണ്ടിന്യൂ ചെയ്യും എന്ന് വിചാരിക്കാം. ചെറിയ എക്സോസ് നോട്ടിലൊക്കെ വ്യത്യാസമുണ്ട്. അതുപോലെ ട്യൂണിൽ സെയിം പവറാണ്, പക്ഷെ എന്നാലും അതിൻ്റെ മൊത്തത്തിലുള്ള വണ്ടിയുടെ ഹാൻഡ്ലിങ് കാര്യങ്ങളുടെ സ്റ്റിയറിംഗ് ഫീൽ അതിലൊക്കെ കുറച്ച് വ്യത്യാസം അവർ വരുത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു മോഡൽ ഇനിയും എന്തായാലും 1.2 ടെർബോ പെട്രോൾ ആണെങ്കിലും എന്ത് ടെർബോ പെട്രോൾ ആണെങ്കിലും റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലൊരു കാര്യം തന്നെയായിരിക്കും. ഏതായാലും ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് താഴെ കമൻസിൽ പറയുക. അതുപോലെ നമ്മുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ വാങ്ങാൻ പറ്റുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.